മാൻ്റെ അസുഖം മാറ്റി കൊടുക്കട്ടെ. അഞ്ചൽ പ്ലാസ എൻജിയോഗ്രാം ചെയ്താൽ സുഖപ്പെടും. ബ്ലോക്കോ? ഇത് ഫസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അറിഞ്ഞില്ല. പിന്നെ ഉമ്മ ഒരു മെൻ്റൽ പേഷ്യൻറ്റും കൂടി ആയതുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല. ഷുഗറും ഉണ്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അറിയാൻ പറ്റിയില്ല. എപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത് ബ്ലോക്കുള്ള കാര്യം. ഞാനും ആർട്ടിസ്റ്റ് ഗുളിക കുടിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫ്ലഷ് ഗ്രാം ചെയ്തതാണ്. അതെത്താ എത്ര ചിലവ് വന്നു? ഓപ്പറേഷൻ കൂടാതെയോ? എനിക്കതിങ്ങനെ അറിയൂല അതിനെക്കുറിച്ചൊന്നും. പേടിക്കണ്ട, എല്ലാം ശരിയാവുമെന്ന് പറയുന്നു. അതല്ല, എത്ര ചിലവ് വന്നു? ഉമ്മാക്ക് ഗുളിക കൊടുത്തോണ്ട് നോക്കാമെന്നാണ് പറയണത്. പക്ഷെ ഭയങ്കര വേദന ആയിരിക്കൂലേ ബ്ലോക്ക് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ? ശ്വാസത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ? അപ്പോൾ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നെഞ്ഞ് വേദനിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട്. അത് ഇപ്പോഴൊന്നല്ല, ആദ്യമേ പറയാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ അതിലേക്ക് കൂട്ടി ഞാൻ. അങ്ങനെ പോയി പിന്നെ ചെക്കിംഗ് ഒന്നുമില്ല. പിന്നെ ഉണ്ടോ സാധാരണ അങ്ങനെ ഡോക്ടർമാരെ കാണിക്കുന്ന പോലെ പ്രൈവറ്റും ഒക്കെ കാണിക്കലുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഈ മാനസിക പ്രശ്നമുള്ളതുകൊണ്ട് എപ്പോഴും വയ്യ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇതായിരിക്കും, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, നെഞ്ഞരിച്ചിൽ, ഷുഗറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി തന്നെ വേറെ ടെസ്റ്റുകളൊന്നും അന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നിങ്ങനെ വീഴാൻ പോവാണ്, ബാലൻസ് പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഗുളികളല്ലേ കഴിക്കണത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് വിചാരിച്ചു. ഉപ്പാക്ക് അങ്ങനെ തന്നെയായിരുന്നു, അറ്റാക്കിൻ്റെ അസുഖം തന്നെയായിരുന്നു. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, എനിക്ക് ബ്ലോക്ക് നോക്കിയതാണ്. 70,000 ഉറുപ്പികയായി, 12 കൊല്ലമായി ചെയ്തിട്ട്. ആണോ? ഇപ്പോൾ അത് നല്ല ചിലവ് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അവർ നല്ല ലക്ഷങ്ങൾ ചിലവ് വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഗുളിക കുടിച്ചുകൊണ്ടേയിരിക്കുന്നു, മരണം വരെ കുടിക്കണം. അതെ. പക്ഷെ ഭാരമുള്ള ജോലി, ഭാരമുള്ളത് എടുക്കുക, കൂടുതൽ യാത്ര, അതിനൊന്നും കഴിയൂലല്ലോ. പിന്നെ ടെൻഷനുള്ളത് കേൾക്കുക, അതിനൊന്നും കഴിയൂല. ഹലോ, അസ്സലാമു അലൈക്കും സുഹറ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കല്ലേ? അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും അല്ല, ഇപ്പോഴും സുഖമല്ലേ? അതെ. ഞാൻ അങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് നോക്കിയതാണ്. ആൾ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ കൂർക്കം വെച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പം തണുപ്പൊക്കെ അല്ലേ അല്ലേ?